ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? ഓണൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാവരും ഓണത്തിന്റെ ക്ഷീണത്തിലാണോ? ഇന്ന് 4ാം ഓണായില്ലേ? ഇന്നിതാ സദ്യയൊക്കെ കഴിച്ച് 2-3 ദിവസമായിട്ട് സദ്യ തന്നെയല്ലേ. അപ്പോൾ അതാ സദ്യൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ കോഴിക്കോട്ടുകാർക്കൊക്കെ ഒരു നോൺ വെജ് വേണമല്ലോ. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. നല്ല അടിപൊളി ഒരു തനി കേരള സ്റ്റൈൽ ചിക്കൻ റെസിപ്പിയാണ്. ഇത് നോർമലി നമ്മൾ ചൈനീസ് രീതിയിലൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് കേരള സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടൊരു സിമ്പിൾ റെസിപ്പിയാണ് ചിക്കൻ്റെ. ഞാൻ പേരിട്ടിട്ടില്ല, നിങ്ങൾക്ക് വിട്ടു തന്നു പേരിൻ്റെ. ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു പേര് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തത്. നിങ്ങൾക്ക് ബോൺലെസ് വേണേൽ എടുക്കാം. ഞാനിപ്പോൾ സാധാ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന അതേപോലത്തെ പീസാക്കിയിട്ടുള്ള കറി പീസ് ചിക്കന്, യെല്ലോ ഒക്കെ ഉള്ള ചിക്കനാണ് എടുത്തത്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തി കൊടുക്കാം. പിന്നെ അതാ കുറച്ച് ചെറുനാരങ്ങ, 1 ടീസ്പൂണും ഇല്ല, 1/2 ടീസ്പൂണോളം. അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അതായത് 1 ടീസ്പൂണോളേ ഉള്ളൂ. ഇഞ്ചും വെളുത്തുള്ളിയും കൂടി പേസ്റ്റോ ചതക്കി എന്തെങ്കിലും. എന്നിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് ചിക്കനിൽ യോജിപ്പിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/4 കപ്പ് മൈദ, അതേപോലെ 1/4 കപ്പ് കോൺഫ്ലോർ. ഇത് നന്നായിട്ട് യോജിപ്പിക്കും. അപ്പോൾ നന്നായിട്ട് പിടിക്കാത്ത പോലെ തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചിലത് ചിക്കനിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പം പിന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയിട്ട് നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണം. അപ്പം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചെറുനാരങ്ങൻ്റെ നീരെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് നന്നായിട്ട് കൂടി കിട്ടി. ഒരു 10 മിനിറ്റ് വെക്കുന്ന സമയത്ത്, ഒരു 10 മിനിറ്റ് വെക്കണം. ആ സമയത്ത് വീണ്ടും ഒന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഒന്നുകൂടി ലൂസാവും. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് വരെ മാറ്റിയേക്കട്ടെ. നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതാ നമ്മളെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായിൽ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ നാടൻ രീതിയിലാണ് ചെയ്യുന്നതുള്ളതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ എന്താ നമ്മളെ ചിക്കൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയും ഈ കോൺഫ്ലവറും എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ചേർത്തപ്പേ അതാ ഇനി എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇത്ര വലിയ പീസ് ആക്കണം എന്നുള്ള ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ചെറിയ പീസാണെങ്കിൽ ചെറിയ പീസും ആക്കാം. ആ പീസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. എല്ലാതും ഇട്ട് ഓരോ പീസായിട്ട് തന്നെ ഇടണേ. നമ്മൾ കോൺഫ്ലവറും മൈദയൊക്കെ ചേർത്തുകൊണ്ട് ഒട്ടി ഇരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഓരോന്ന് തന്നെ എടുത്തിടണം, ഇല്ലേ ഒട്ടി പിടിച്ചു. ഇതേപോലെ നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കും വേണം കേട്ടോ. എന്നാലേ ഈ കോട്ടിംഗ് ഒക്കെ കറക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ കോട്ടിങ് ഓയിലൊക്കെ അങ്ങ് വീണു പോകും. അപ്പോൾ പിന്നെ അധികം ഇളക്കുകയും ചെയ്യേണ്ട. ഒരു ഭാഗം നന്നായി കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുക. അപ്പം ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഞാനിതൊരു ഓട്ടപാത്രത്തിലേക്ക് കോരി മാറ്റട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മാറ്റി ഇനി നമുക്കൊരു പണി കൂടെ ഉണ്ട്. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് നമ്മൾ പൊരിച്ച അതേ ഫ്രൈ പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ മാറ്റി അതിനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക്. അതേപോലെ ഇതാ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്തി കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 5 ചെറിയ വെളുത്തുള്ളി തൊലി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാ കുറച്ച് 1 ടീസ്പൂണ് ഇഞ്ചി, ഇത്രയും ചേർത്തി കൊടുത്തിട്ട് ഇതൊന്നും വെളിച്ചെണ്ണയിൽ മൂത്ത് വരട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കരിവേപ്പില നല്ലൊരു മണം വരും. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ചതച്ച മുളകാണ്. ഇത് ഒരു എരിവിന് നമുക്ക് വല്ലാതെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ചതച്ച മുളക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിട്ടിട്ട് മുളക് കരിയരുത്. അതിന് ശേഷം ഇതാ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പേസ്റ്റാണ് കേട്ടോ.
ഇതെന്ന് പറഞ്ഞാൽ ഒരു 6 കാശ്മീരി നമ്മൾ ഉണക്കമുളക് എടുത്തിട്ട് ഒരു 15 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചു. അതെടുത്തിട്ട് 1 ടീസ്പൂണ് വിനാഗിരി, അതായത് സുർക്കയൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. ഇതിൻ്റെ കുരു ഞാൻ കളഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് കിട്ടും, അല്ലെങ്കിൽ ആ കുരുകൂടി അരിഞ്ഞ് ചേരുമ്പോൾ ഈ ഒരു റെഡ് കളറ് കിട്ടൂല. അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുരുവൊക്കെ ഉള്ള ചില്ലി ചേർത്തിട്ടുണ്ടല്ലോ ആദ്യം, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കളറിന് ചില്ലി നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ടാണ് തൊലി കളഞ്ഞത്. ചില്ലി പേസ്റ്റ് ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്ന് ഈ ഒരു സമയത്ത് നമുക്കൊരു നുള്ളു ഉപ്പൂടെ ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഇത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മളെ ചിക്കൻ ഇല്ലേ, നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഇതിൻ്റെ കൂടെ ചേർത്തി കൊടുക്കും. അതേപോലെ ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ്, അതും കൂടെ ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ തേങ്ങാപ്പാലും ചില്ലി ഫ്ലേക്സും ഒക്കെ നമ്മൾ ചിക്കനിലേക്ക് ഇങ്ങോട്ട് പിടിച്ചുണ്ട്. നല്ല ടേസ്റ്റാണ്, അപാര മണം വരുന്നുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ നാടൻ സ്റ്റൈല്, അടിപൊളി ഒരു സ്റ്റാർട്ടറായിട്ട് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റാർട്ടറായിട്ട് എങ്ങനെ ആക്കണമെന്നൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് നമ്മൾ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളിട്ട മല്ലിയിലയും ആ ഇഞ്ചിയും ഒക്കെ ഒന്നിങ്ങോട്ട് പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇതിന് പറ്റിയൊരു പേര് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര്. കാരണം നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കുക ചൈനീസ് രീതിയിലാണല്ലോ. അപ്പോൾ നമ്മൾ തനി നാടൻ രീതിയിൽ നമ്മളെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേരിട്ടിട്ടില്ല, പേര് നിങ്ങൾക്ക് വിട്ടു തന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത്രേ ഉള്ളൂ. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ താങ്ക് യു.